നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നാളെയാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 രണ്ടാം പാദ മത്സരത്തിൽ ബെൻഫിക്കയും FC ബാഴ്സലോണയും തമ്മിൽ ബാഴ്സയുടെ മൈതാനത്ത് വെച്ച് ഏറ്റുമുട്ടുന്നത്. ഈ മത്സരത്തിനും ഇപ്പോൾ ബെൻഫിക്കയുടെ അർജന്റീൻ സൂപ്പർ താരം ആംഗേൽ ഡി മരിയ ഉണ്ടാവില്ല. പോർച്ചുഗീസ് മാധ്യമം എബോല ഇക്കാര്യം ഇപ്പോൾ കൺഫേം ചെയ്ത് പറയുന്നുണ്ട്. കാറ്റലോണിയയിലേക്ക് ട്രാവൽ ചെയ്ത ടീമിനോടൊപ്പം ആംഗേൽ ഡി മരിയ ഇല്ല. തീർച്ചയായിട്ടും ഇത് അവർക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. ആദ്യ പാദവും താരം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേസമയം തോമസ് അറൗഹോ ഈ മത്സരത്തിലുള്ള സ്ക്വാഡിലുണ്ട്. പിന്നെ ന്യൂനോ ഫെലിക്സ് 20-കാരനായിട്ടുള്ള മധ്യനിര താരം, അതുപോലെ തന്നെ ഗോൺസാലോ ഒലിവേര 18-കാരനായിട്ടുള്ള സെൻട്രൽ ഡിഫൻഡർ, ഈ രണ്ടുപേരെയും ഇപ്പോൾ സ്ക്വാഡിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി എബോല റിപ്പോർട്ട് ചെയ്യുന്നു. നാളെയാണ് ആ പോരാട്ടം നടക്കുന്നതെന്ന് പറയുമ്പോൾ നാളെ രാത്രി ഇന്ത്യൻ സമയം 11:15 ബാഴ്സലോണയും അവരും തമ്മിലുള്ള ബെൻഫിക്കയും തമ്മിലുള്ള കളി. ആദ്യ പാദം ഏകപക്ഷീയമായ ഒരു ഗോളിന് ഷെസ്നിയുടെ മികവിൽ FC ബാഴ്സലോണ വിജയിച്ചു കയറിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഏതായാലും ഇപ്പോൾ ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഹൻസി ഫ്ലിക്ക് ആംഗേൽ ഡി മരിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഡി മരി ഈ മത്സരം കളിക്കാനില്ലല്ലോ എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഡി മരിയെ കളിക്കുന്നില്ലേ, ഇല്ലെങ്കിൽ കളിക്കാതിരിക്കുന്ന ഒരു താരത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് എൻ്റെ രീതിയല്ല. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു ഗ്രേറ്റ് പ്ലെയർ ആണ്. ഈ പ്രായത്തിലും അദ്ദേഹം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ടീമിന് വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്. അവരുടെ ടീമിനെന്നല്ല, ഏത് ടീമിൽ ഡി മരിയ കളിച്ചാലും അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പിന്നെ ബെൻഫിക്കയുടെ കാര്യത്തിൽ അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. അവരുടെ കോച്ച് ബ്രൂണോ ഗ്രേറ്റ് ജോബാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഫിലോസഫി നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. എങ്ങനെയാണ് അവർ കളിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതും വളരെ വ്യക്തമാണ് എന്ന് ഹൻസി ഫ്ലിക്ക് പറയുന്നു. ചുരുക്കത്തിൽ ഫ്ലിക്ക് രണ്ടാം പാദത്തിൽ ബെൻഫിക്കയിൽ നിന്ന് ഒരു കടുത്ത വെല്ലുവിളി പ്രതീക്ഷിക്കുന്നുണ്ട്. ഡി മരിയയെ അദ്ദേഹം വളരെയധികം ബഹുമാനിക്കുന്നത്. നേരത്തെയും പറഞ്ഞതാണ് ഡി മരിയയുടെ ഫാനാണ് താനെന്ന്. ഡി മരിയ കളിക്കില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനില്ല എന്ന് കൂടി കോച്ച് ഹൻസി ഫ്ലിക്ക് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.